ഹായ്, KGCE രണ്ടാം വർഷ ഇലക്ട്രിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ്റെ സെക്കൻഡ് വീഡിയോ ആണത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്തവർ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് ഇതിലോട്ട് വരിക. നമ്മൾ ടോപ്പിക് വൈസാണ് കവർ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദി നമ്പർ ഓഫ് സിംഗിൾ ഫേസ് വാട്ട് മീറ്റേഴ്സ് റിക്വയർഡ് ഫോർ ദി മെഷർമെൻറ്റ് ഓഫ് ത്രീ ഫേസ് പവർ ഈസ് ഓപ്ഷൻ എ 1, 2, 3 ഇമ്പോസിബിൾ വിത്ത് സിംഗിൾ ഫേസ് വാട്ട് മീറ്റർ. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ദി നമ്പർ ഓഫ് സിംഗിൾ ഫേസ് വാട്ട് മീറ്റേഴ്സ് റിക്വയർഡ് ഫോർ ദി മെഷർമെൻറ്റ് ഓഫ് ത്രീ ഫേസ് പവർ, അതായത് ത്രീ ഫേസ് സിസ്റ്റത്തിലെ ത്രീ ഫേസ് പവർ മെഷർ ചെയ്യണമെങ്കിൽ സിംഗിൾ ഫേസ് വാട്ട് മീറ്റർ എത്ര എണ്ണം ഉപയോഗിക്കണം, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ത്രീ ഫേസ് സിസ്റ്റം, സിംഗിൾ ഫേസ് സിസ്റ്റം എന്ന് പറയുന്ന രണ്ട് സിസ്റ്റംസ് ഉണ്ട്. രണ്ട് ടൈപ്പ് ഇൻസുലേഷൻസ് ആണുള്ളത്. ഇതിൽ രണ്ടിലും പവറിൻ്റെ കാര്യത്തിൽ വ്യത്യാസങ്ങളുണ്ട്. ഇനി ത്രീ ഫേസ് പവറാണ് എങ്കിൽ അത് മെഷർ ചെയ്യാൻ നമുക്ക് ത്രീ ഫേസ് വാട്ട് മീറ്റർ ഉണ്ട്. സിംഗിൾ ഫേസ് പവറാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സിംഗിൾ ഫേസ് വാട്ട് മീറ്ററുണ്ട്. പക്ഷേ എങ്ങനെയാണെങ്കിലും ത്രീ ഫേസ് പവറിലെ പവർ മെഷർ ചെയ്യാൻ വേണ്ടി സിംഗിൾ ഫേസ് വാട്ട് മീറ്ററും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര വാട്ട് മീറ്റർ, സിംഗിൾ ഫേസ് വാട്ട് മീറ്റർ എത്ര എണ്ണം ഉപയോഗിച്ചാൽ ത്രീ ഫേസ് പവർ മെഷർ ചെയ്യാൻ പറ്റും? അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് തോന്നും സിംഗിൾ ഫേസിന് 1 വാട്ട് മീറ്റർ അല്ലേ, അപ്പോൾ ത്രീ ഫേസിന് 3 വാട്ട് മീറ്റർ ആയിരിക്കാം എന്ന് തോന്നും. തീർച്ചയായിട്ടും 3 വാട്ട് മീറ്റർ വെച്ച് മെഷർ ചെയ്യാം. പക്ഷേ ഏറ്റവും കുറവെണ്ണവും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, കുറച്ചുകൂടെ എഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് 2 വാട്ട് മീറ്റർ വെച്ച് മെഷർ ചെയ്യുന്നതാണ്. അപ്പോൾ വെറും 2 വാട്ട് മീറ്റർ വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ ത്രീ ഫേസ് പവർ മെഷർ ചെയ്യാൻ പറ്റും. അതായത് അൺബാലൻസ്ഡ് ആണെങ്കിലും ബാലൻസ്ഡ് ആണെങ്കിലും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 2 വാട്ട് മീറ്റർ മെത്തേഡാണ്. അപ്പോൾ 2 വാട്ട് മീറ്റർ ഉപയോഗിച്ചാണ് 2 സിംഗിൾ ഫേസ് വാട്ട് മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ത്രീ ഫേസ് പവർ മെഷർ ചെയ്യാൻ പറ്റും. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദി UPF റേറ്റിംഗ് ഇൻഡിക്കേറ്റഡ് ഇൻ എ വാട്ട് മീറ്റർ റെപ്രസെൻറ്റ്സ്, അതായത് ഒരു വാട്ട് മീറ്ററിൽ UPF റേറ്റിംഗ് എഴുതിയിട്ടുള്ളത് എന്ത് സൂചിപ്പിക്കാനാണ്? ഓപ്ഷൻ എ അപ്പർ പവർ ഫാക്ടർ, ഓപ്ഷൻ ബി അർജൻറ്റ് പവർ ഫാക്ടർ, ഓപ്ഷൻ സി യൂണിറ്റി പവർ ഫാക്ടർ, ഓപ്ഷൻ ഡി യൂണിവേഴ്സൽ പവർ ഫാക്ടർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വാട്ട് മീറ്ററിൻ്റെ അല്ലെങ്കിൽ ഏതൊരു ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും അതിന് റേറ്റിംഗ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു വാട്ട് മീറ്ററിൽ സാധാരണയായിട്ട് 3 ടൈപ്പ് കാര്യങ്ങളാണ് അതിൻ്റെ റേറ്റിങ്ങിൽ പറയാറ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3, കൂടുതലും ഉണ്ടാവും. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 വേണ്ടത്. അതിലൊന്ന് ഈ വാട്ട് മീറ്ററിൻ്റെ കറണ്ട് റേറ്റിംഗ്, 2 വാട്ട് മീറ്ററിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ്, 3 വാട്ട് മീറ്ററിൻ്റെ പവർ ഫാക്ടർ റേറ്റിംഗ്. അതായത് ഏത് പവർ ഫാക്ടറിലാണ് ഈ വാട്ട് മീറ്റർ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് പവർ ഫാക്ടർ റേറ്റിംഗ്. അപ്പോൾ പവർ ഫാക്ടർ കറണ്ട് റേറ്റിംഗ്, വോൾട്ടേജ് റേറ്റിംഗ് ഓരോ നമ്പറാണ് പറയുക. 5 ആംപിയർ അല്ലെങ്കിൽ 200 വോൾട്ട് എന്നൊക്കെ പറയും. പക്ഷേ പവർ ഫാക്ടറിന് നമ്മൾ രണ്ട് ഓപ്ഷനുകളേ ഉള്ളൂ. ഒന്നിലത് UPF എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ LPF എന്ന് എഴുതിയിട്ടുണ്ടാവും. ഈ 2 ടൈപ്പാണ് വാട്ട് മീറ്റർ പവർ ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ UPF എന്താണെന്നാണ് ഇവർ ചോദിക്കുന്നത്. UPF എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, യൂണിറ്റി പവർ ഫാക്ടർ. അഥവാ പവർ ഫാക്ടറിൻ്റെ വാല്യൂ 1, അതായത് മാക്സിമം പവർ ഫാക്ടർ. പ്യുവർലി റെസിസ്റ്റീവായിട്ട്, റെസിസ്റ്റൻസ് മാത്രം ലോഡായിട്ട് ഉള്ള, അല്ലെങ്കിൽ ലോഡിൻ്റെ സ്വഭാവം കംപ്ലീറ്റ്ലി റെസിസ്റ്റൻസിൻ്റെ ആണെങ്കിൽ അവിടെ നമ്മൾ UPF പവർ ഫാക്ടർ അഥവാ യൂണിറ്റി പവർ ഫാക്ടർ ഉള്ള വാട്ട് മീറ്ററാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. UPF എന്ന് വെച്ചാൽ യൂണിറ്റി പവർ ഫാക്ടർ. ഇനി അല്ലാത്തൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ LPF ആണ്. അപ്പോൾ ഇൻഡക്റ്റീവായിട്ടുള്ള കേസുകൾ, അഥവാ മോട്ടർ അല്ലെങ്കിൽ ഇൻഡക്ഷൻ ഹീറ്റർ, അങ്ങനത്തെയൊക്കെ ഇൻഡക്ഷൻ അഥവാ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ലോഡുകളാണെങ്കിൽ അവിടെ നമ്മൾ UPF വാട്ട് മീറ്റർ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ വാല്യൂ എററായിരിക്കും. അത് കറക്റ്റ് വാല്യൂ ആക്യുറേറ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ ആക്യുറേറ്റ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ലോഡിൻ്റെ പവർ ഫാക്ടർ അനുസരിച്ചുള്ള വാട്ട് മീറ്റർ ചൂസ് ചെയ്യണം. അതിലുള്ളതാണ് ഒന്ന് UPF, പവർ ഫാക്ടർ കൂടിയ കേസുകളിൽ UPF, പവർ ഫാക്ടർ കുറഞ്ഞ കേസുകളിൽ LPF. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി യൂണിറ്റി പവർ ഫാക്ടർ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദി യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി കൺസംപ്ഷൻ ഈസ്, അതായത് ഇലക്ട്രിക്കൽ എനർജി കൺസംപ്ഷൻ, അതായത് വൈദ്യുത ഊർജ്ജ ഉപഭോഗത്തിൻ്റെ യൂണിറ്റ്. ഉപഭോഗം എന്ന് വെച്ചാൽ യൂസ് ചെയ്യുക. അപ്പോൾ ഉപയോഗിച്ച എനർജി എത്ര എന്നുള്ളതിൻ്റെ മെഷർമെൻറ്റ് എന്ത് യൂണിറ്റിലാണ് എടുക്കുക? അപ്പോൾ ഓപ്ഷൻ എ കിലോ വാട്ട് അവർ, ഓപ്ഷൻ ബി ആംപിയർ, ഓപ്ഷൻ സി വോൾട്ട്, ഓപ്ഷൻ ഡി കിലോ വോൾട്ട്.
അപ്പോൾ ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്, നമ്മൾ ബേസായിട്ട് അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യനാണ് ഇതിൻ്റെ ആൻസർ. എങ്കിലും ചില ആൾക്കാർക്ക് ചിലപ്പോൾ കറണ്ടല്ലേ നമ്മൾ വലിക്കുന്നത്, അപ്പോൾ ആംബിയർ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വോൾട്ടേജ് അല്ലേ KCB നിന്ന് കിട്ടുന്നത്, അപ്പോൾ വോൾട്ടേജ് ആയിരിക്കും, അല്ലെങ്കിൽ കിലോ വോൾട്ട് ആയിരിക്കും എന്നൊക്കെ തോന്നും. അങ്ങനെയൊന്നും തോന്നരുത്. എനർജി യൂസ് ചെയ്യുന്നതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ. അപ്പം KCBയിൽ അങ്ങനത്തെ എനർജി വിതരണം ചെയ്യുന്ന കമ്പനികൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 1 കിലോ വാട്ട് അവറാണ്. 1 കിലോ വാട്ട് അവർ എന്ന് വെച്ചാൽ 1000 വാട്ടിൻ്റെ ഒരു ബൾബ് 1 മണിക്കൂർ കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ അവിടെ ഉപയോഗിക്കുന്ന എനർജിയാണ് 1 കിലോ വാട്ട് അവർ. അപ്പോൾ കിലോ വാട്ട് അവറിന് 4 രൂപ 3 രൂപ അങ്ങനെയൊക്കെ പ്രത്യേക കണക്കുകളുണ്ട്. ആ കണക്കനുസരിച്ചാണ് നമുക്ക് കറണ്ട് ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം കോംപ്ലക്സിറ്റി ഉള്ള ഒരു കാൽക്കുലേഷനാണ്, ഒറ്റയടിക്കങ്ങ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഉപഭോഗത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് അവറാണ്. ഇത് ഒരിക്കലും അറിയില്ല എന്ന് പറയാൻ പാടില്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഓർഡർ ടു എക്സ്റ്റെൻഡ് ദി റേഞ്ച് ഓഫ് ആൻ അമ്മീറ്റർ? ഒരു അമ്മീറ്ററിൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? നീട്ടുക അല്ലെങ്കിൽ വലുതാക്കുക അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക. അതായത് ഒരു അമ്മീറ്ററിൻ്റെ സ്വാഭാവികമായിട്ടുള്ള റേഞ്ചിൽ നിന്നും കൂടുതൽ റേഞ്ചിൽ ഉപയോഗിക്കാൻ കണക്കിന് അതിൻ്റെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുക. അതായത് ഇപ്പോൾ ഒരു അമ്മീറ്റർ, നമ്മുടെ കയ്യിലൊരു അമ്മീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ ഇപ്പോൾ 0 to 10 ആംബിയർ അമ്മീറ്ററാണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ അത് വെച്ച് സാധാരണഗതിയിൽ ഒരാൾക്ക് 10 ആംബിയറിൽ താഴെ ഉള്ള മെഷർമെൻറ്റിനാണ് അത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 10 അല്ല 30 ആംബിയർ പോകുന്ന ഒരു ഇൻസ്റ്റലേഷൻ, ഒരു സർക്യൂട്ടിൽ എനിക്ക് മെഷർ ചെയ്യണം, കറണ്ട് മെഷർ ചെയ്യണം. പക്ഷേ എൻ്റെ കയ്യിൽ 0 to 10 ആംബിയർ അമ്മീറ്ററേ ഉള്ളൂ എങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വഴിയുണ്ടോ? ഉണ്ടെന്ന് വെച്ചാൽ സാധാരണ ഒരാളിന് ഒറ്റ നോട്ടത്തിൽ ഇല്ല എന്ന് തോന്നും. പക്ഷെ നമുക്ക് പഠിച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി, ചെറിയ അമ്മീറ്റർ നമുക്ക് വലിയ റേഞ്ചിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് ആ അമ്മീറ്റർ അതുപോലെ കൊണ്ട് കണക്ട് ചെയ്യുകയല്ല, പകരം ആ അമ്മീറ്ററിൽ ചെറിയ കണക്ഷനുകൾ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് നമ്മൾ റീഡിങ് എടുക്കണം. ആ റീഡിങ് എടുത്തതിന് ശേഷം നമ്മൾ ആ റീഡിങ് അനുസരിച്ച് അതിന് ആനുപാതികമായിട്ടുള്ള അളവ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം. അപ്പോൾ അമ്മീറ്ററിൻ്റെയും വോൾട്ട്മീറ്ററിൻ്റെയും എല്ലാം നമുക്ക് അമ്മീറ്റർ കൂട്ടാം, വോൾട്ട്മീറ്റർ എല്ലാം നമുക്ക് റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മെത്തേഡുകളെല്ലാം വേറെയാണ്. അപ്പോൾ നമ്മുടെ അമ്മീറ്ററിൻ്റെ കേസിൽ അതിൻ്റെ റേഞ്ച് എക്സ്പാൻഡ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണ് എന്ന് വെച്ചാൽ, ആ അമ്മീറ്ററിൻ്റെ ടെർമിനൽ 2 ഓൾറെഡി ഉണ്ടാവും. അതിന് പാരലലായി വളരെ റെസിസ്റ്റൻസ് കുറഞ്ഞ ഒരു ഷണ്ട് റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം? പാരലലായി കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. ഇക്വേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഷണ്ട് റെസിസ്റ്റൻസ് നമ്മൾ അതിന് പാരലായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ഈ 10 ആംബിയർ അമ്മീറ്റർ വെച്ച് നമുക്ക് 30 ആംബിയർ വേണമെങ്കിലും മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് വരാവുന്ന അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ലോ റെസിസ്റ്റൻസ് ഇൻ പാരലൽ. അപ്പോൾ പാരലായിട്ട് ലോ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക, അഥവാ നമ്മളതിനെ ഷണ്ട് എന്നും പറയാറുണ്ട്. അപ്പോൾ പേരുകൾ മാറിപ്പോയത്. ഇതുപോലെ തന്നെ വോൾട്ട്മീറ്ററിൻ്റെ റേഞ്ച് കൂട്ടാൻ പറ്റും. വോൾട്ട്മീറ്ററിൻ്റെ റേഞ്ച് പക്ഷേ കൂട്ടണമെങ്കിൽ ഈ പരിപാടിയല്ല ചെയ്യേണ്ട. പകരം നമ്മൾ ലോ റെസിസ്റ്റൻസിന് പകരം ഹൈ റെസിസ്റ്റൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. മാത്രമല്ല അത് സീരീസ് ആയിട്ടാണ് വയ്ക്കുക, പാരലലിന് പകരം സീരീസ് ആയിട്ടാണ് വയ്ക്കുക. അപ്പോൾ വോൾട്ട്മീറ്ററിൻ്റെ റേഞ്ച് അങ്ങനെയാണ് കൂട്ടുക, അമ്മീറ്ററിൻ്റെ റേഞ്ച് ഈ പറഞ്ഞ പോലെയാണ് കൂട്ടുക. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, അഥവാ ലോ റെസിസ്റ്റൻസ് ഇൻ പാരലൽ. 5ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. എ നോൺ ലീനിയർ സ്കെയിൽ ഈസ് ഓഫ്റ്റൻ സീൻ ഇൻ. ഒരു നോൺ ലീനിയർ ആയിട്ടുള്ള സ്കെയിൽ എവിടെയാണ് കാണാൻ പറ്റുക? അപ്പോൾ അത് നമ്മുടെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ അകത്തുള്ളതാണ്. അപ്പോൾ എന്താണ് നോൺ ലീനിയർ അല്ലെങ്കിൽ ലീനിയർ നോൺ ലീനിയർ എന്ന് പറയുന്നത് 2 പ്രത്യേക തരം സ്കെയിലുകളാണ്. അപ്പോൾ നമ്മളൊരു അമ്മീറ്റർ അല്ലെങ്കിൽ വോൾട്ട്മീറ്റർ നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ നമുക്ക് റീഡിങ് എടുക്കാൻ സ്ഥലത്തൊരു ഗ്ലാസിൻ്റെ കവറിങ് ഉണ്ടാവും, അതിൻ്റെ അകത്ത് നമുക്ക് സൂചി അല്ലെങ്കിൽ നീഡിലുണ്ടാവും. ഈ നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റും, കറങ്ങാൻ പറ്റും. ഇത് കറങ്ങിയിട്ട് അതിൽ ഓരോ ചെറിയ വരകളുണ്ട്. നമ്മുടെ ജോമെട്രിക്കകത്തുള്ള സ്കെയിലുള്ള പോലെ തന്നെ കുറച്ച് വരകളുണ്ട്. ഈ വരകളിൽ എവിടെയെങ്കിലും പോയി നിൽക്കും. ആ വരയ്ക്കനുസരിച്ചുള്ള വാല്യൂ ആണ് റീഡിംഗ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ നിങ്ങൾ കുറേ അധികം മീറ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ചില മീറ്ററുകളിൽ ഈ വരകൾ തമ്മിലുള്ള ഗ്യാപ്പ് യൂണിഫോം ആയിരിക്കും, അഥവാ സെയിം ആയിരിക്കും, ഒരേ ഗ്യാപ്പായിരിക്കും സ്കെയിലുള്ളതുപോലെ. എന്നാൽ ചില മീറ്ററുകളിൽ അങ്ങനെ ആവത്തില്ല.
ഒരു സ്ഥലത്ത് 2 വരകൾ തമ്മിലുള്ള ഗ്യാപ്പ് 1 മില്ലിമീറ്റർ ആണെങ്കിൽ കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് 2 മില്ലിമീറ്റർ ആയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ 2 അറ്റത്ത് വീതി ഗ്യാപ്പ് കൂടുതലും നടുക്ക് ഗ്യാപ്പ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പല പല വ്യത്യസ്ത ഗ്യാപ്പുകളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ നോൺ യൂണിഫോം അല്ലെങ്കിൽ നോൺ ലീനിയർ എന്ന് പറയും. ഇപ്പോൾ 2 തരം സ്കെയിലാണുള്ളത്, ഒന്നെങ്കിൽ ലീനിയർ അല്ലെങ്കിൽ നോൺ ലീനിയർ. ലീനിയറിൻ്റെ വേറെ പേരാണ് യൂണിഫോം സ്കെയിൽ, നോൺ ലീനിയറിൻ്റെ വേറെ പേരാണ് നോൺ യൂണിഫോം സ്കെയിൽ. ഇനി അത് എവിടെയാണ് കാണാൻ പറ്റുക? അപ്പോൾ നമ്മൾ അറിയണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മീറ്ററിൻ്റെ നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് ആ കോയിലിലൂടെ ഒഴുകുന്ന കറണ്ടിന് ആനുപാതികമായിട്ടാണ്. അപ്പോൾ അതനുസരിച്ചാണ്. അപ്പോൾ കറണ്ടിന് ആനുപാതികമായിട്ടാണ് റീഡിങ് കാണിക്കുന്നതെങ്കിൽ അവിടെ ലീനിയർ സ്കെയിലായിരിക്കും. കറണ്ടിൻ്റെ സ്ക്വയറിന് ആനുപാതികമായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ അവിടെ നോൺ ലീനിയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മൾ ഈ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയായിരിക്കും ഈ മൂവിങ് കോയിൽ ഡിവൈസുകളിൽ കറണ്ടിന് ആനുപാതികമായിട്ടാണ് റീഡിങ് കാണിക്കുക. ഇനി മൂവിങ് അയൺ ആണെങ്കിൽ അവിടെ കറണ്ടിൻ്റെ സ്ക്വയറിന് ആനുപാതികമായിട്ടാണ് റീഡിങ് കാണിക്കുക. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മൂവിങ് കോയിൽ ഡിവൈസുകളിൽ കറണ്ടിനനുസരിച്ച് റീഡിങ് കാണിക്കും, അഥവാ സ്കെയില് ഒരേ ഗ്യാപ്പിലായിരിക്കും അഥവാ ലീനിയർ ആയിരിക്കും. ഇനി മൂവിങ് ആണെങ്കിൽ അവിടെ കറണ്ടിൻ്റെ സ്ക്വയറിനനുസരിച്ചാവും നീങ്ങുക. അങ്ങനെ ആണെങ്കിൽ ഗ്യാപ്പ് വേറെ വേറെ ആയിരിക്കും. 2 അറ്റത്തും ഗ്യാപ്പ് കൂടുതലും മീറ്ററിൻ്റെ നടുക്കോട്ടൊക്കെ റീഡിങ്ങും ചേർന്നുമായിരിക്കും ഇരിക്കുക. അതിന് നമ്മൾ നോൺ ലീനിയർ അല്ലെങ്കിൽ നോൺ യൂണിഫോം സ്കെയിൽ എന്ന് പറയും. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റാണ്. ഓക്കെ. പിന്നെ ഇതിലുള്ള ഒരു ഓപ്ഷൻ സി ആണ് എനർജി മീറ്റർ. എനർജി മീറ്ററിൽ സത്യത്തിൽ ലീനിയർ നോൺ ലീനിയർ ഇല്ല. അതിൽ നമ്പറിൻ്റെ ഡയലാണ് കാണുക. നമ്പറിൻ്റെ റിങ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, നമ്മുടെ വണ്ടിയിലൊക്കെ സ്പീഡോ മീറ്ററിലൊക്കെ ഉള്ളതുപോലെ. അപ്പോൾ അത് ഓപ്ഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ആദ്യത്തെ എയും ബിയിലുള്ള സംശയം വരേണ്ട ആവശ്യമുള്ളൂ. അതിൽ ആൻസർ ഓപ്ഷൻ ബി, മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ 5 ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ ഈ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊണ്ട് കോൺടാക്റ്റ് ചെയ്ത് ചോദിക്കാം. പിന്നെ ആൻസർ കീ തന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ കീ നോക്കി ആൻസറെല്ലാം വെരിഫൈ ചെയ്യുക, എഴുതിയെടുത്ത് പഠിക്കുക. ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട എല്ലാം നോട്ട്സിലും ടെക്സ്റ്റിലും നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക്.